മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നമ്മുടെ മുൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM അബ്രഹാം തനിക്കെതിരായ CBI അന്വേഷണം ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ രാജിവെക്കില്ല, എൻ്റെ രാജി മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നാണ്. എന്താണ് സാർ ഈ അബ്രഹാം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് എന്താണ്, എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ള അയാളൊരു പെരുങ്കള്ളനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കത്ത് എന്ന് ഞാൻ പറയുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത അയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ, അയാളെ പ്രതിരോധിച്ചുകൊണ്ടാണല്ലോ അയാൾ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായും എന്തെങ്കിലും അയാൾ അവകാശപ്പെടുന്ന ധാർമ്മിക മൂല്യമുള്ള ഫോർത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ അയാൾ ഈ കത്തിലൂടെ തന്നെ ഡിഫെൻഡ് ചെയ്തതിന് ശേഷം ഇതാണ് ഇതിനകത്തെ വസ്തുത, എന്നാൽ ഈ വസ്തുതകളല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും കോടതി പരിഗണിച്ചിരിക്കുന്നതും, അതുകൊണ്ട് ഈ യഥാർത്ഥ വസ്തുതകൾ വെച്ച് ഞാനൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. ആ പോരാട്ടം ഞാൻ നടത്തുമ്പോൾ ഞാൻ ഈ ഉന്നതമായിട്ടുള്ള ഈ അധികാരമുള്ള സ്ഥാനത്തിരിക്കുന്നത് മര്യാദകേടാണ്. അതുകൊണ്ട് ഞാൻ ഈ പോരാട്ടം ആരംഭിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ നിന്ന് റിലിങ്ക്വിഷ് ചെയ്യും, മാറി നിൽക്കും. ഈ പോരാട്ടത്തിൽ ഞാൻ ജയിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്നെ എടുക്കണമെങ്കിൽ എന്നെ എടുത്തു മടങ്ങി വരാം. അതാണൊരു മര്യാദ. അങ്ങനെ മര്യാദ ചെയ്ത പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത് ശ്രീമാൻ PJ ജോസഫിൻ്റെ കാര്യമാണ്. അയാൾ മന്ത്രിയായിരുന്നപ്പോൾ എന്തോ വിദേശത്ത് വന്നപ്പം പ്ലെയിനിൽ വെച്ച് എന്തോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, പീഡന ആരോപണം വന്നപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുന്നു. അയാൾ രാജിവെച്ചു, കേസ് നടത്തി, ജയിച്ചു, തിരിച്ചു. അപ്പോൾ ഈ KM അബ്രഹാം എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യം ഉള്ള ഒരാളായിരുന്നെങ്കിൽ അയാൾ ഞാൻ രാജിവെച്ചു മറന്നിരിക്കുന്നു, ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരുന്നു പറയണമായിരുന്നു. അതിന് പകരം അയാൾ ഇപ്പോൾ പറയുന്നത് അയാൾ അങ്ങ് ഡിഫെൻഡ് ചെയ്യുക. ഡിഫെൻഡ് ചെയ്തതിന് ശേഷം അയാൾ പറയുകയാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞാൻ തീരുമാനിക്കാമെന്ന്. എന്തൊരു അബദ്ധമാണ്. ഇതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ പ്രശാന്ത്? ആരാണ് അയാൾ? അയാളൊരു CBI കേസിലെ പ്രതിയാണ്, മനസ്സിലായില്ലേ? കേരള ഹൈക്കോടതിയിൽ ഒരു ന്യായാധിപൻ 74 പേജുള്ള സുദീർഘമായിട്ടുള്ള കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി പറയുന്ന ഒരു കേസിലെ വിധിന്യായം അനുസരിച്ച് പ്രതിയാണ്. ആ വിധിന്യായത്തിൽ പറയുന്നത് ഇനി ക്വിക്ക് വെരിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇനി നേരിട്ട് FIR ഇട്ടങ്ങ് അന്വേഷിച്ചാൽ മതി എന്ന് അയാൾ പറയുന്നു. എന്ന് മാത്രമല്ല, ഇയാൾ വരവിൽ കവിഞ്ഞ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്സ് ഇയാൾ പ്രൊക്യൂർ ചെയ്തു എന്നുള്ളത് കാര്യകാരണ സഹിതം അതിനകത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? വിധിന്യായത്തിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. സമയപരിമിതികളുണ്ട്, ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അത് തെറ്റാണെന്ന് അയാൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന കത്തിൽ സ്ഥാപിച്ചാൽ പോരാ, അതിനി സുപ്രീം കോടതി പോയി അയാൾ സ്ഥാപിക്കണം. കാരണം കേരള ഹൈക്കോടതിയിൽ അത് പറ്റില്ല, ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ പറ്റില്ല. കാരണം 482 പ്രകാരമുള്ള കേസായതുകൊണ്ട് ഇനി സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അയാളുടെ വാദങ്ങൾ അയാൾ ശരിയാണെന്ന് പറഞ്ഞ വാദം മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയല്ല അയാൾ വേണ്ടത്, അയാൾ സുപ്രീം കോടതിയിൽ പോയി തെളിയിക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കേസിലെ പ്രതി വന്നിട്ട് പറയുകയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന എന്ന് പറയുന്നത്? ഗൂഢാലോചന എന്ന് പറയുന്നത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഒന്നിലധികം പേരുമായി, അത് പണ്ട് IPC 120B ആയിരുന്നു, ഇപ്പോൾ BNSS എത്രാമത്തെ വകുപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഒന്നിലധികം ആളുകളുമായി ചേർന്ന് നിയമവിരുദ്ധമായി കൂടിച്ചേരലിനാണ് ഗൂഢാലോചന. ഇവിടെ എങ്ങനെയാണ് ഇത് ഗൂഢാലോചനയാവും? ഇയാളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പരാതിക്കാരൻ ഇനി ആരുമായിട്ട് വേണമെങ്കിലും സംസാരിച്ചുകൂടെ? ഞാൻ നിയമവിരുദ്ധമായ കാര്യം ചെയ്യാനല്ല നിങ്ങളുമായിട്ട് കൂടിച്ചേരുന്നത്. ഞാൻ ഒരു അഴിമതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഞാൻ IAS ഓഫീസർമാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അതിലെന്താണ് തെറ്റ്? അതെങ്ങനെയാണ് ഗൂഢാലോചനയാവുന്നത്? 1. 2, നിങ്ങളൊരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യുന്നു. ആ പൊതുതാൽപര്യ ഹർജിയിൽ നിങ്ങളുടെ എതിരാളിക്കെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യുന്നു. അയാൾ കുറ്റക്കാരനാണ്, CBI അന്വേഷണം നേരിടണമെന്ന് പറഞ്ഞ് വിധി വരുന്നു. ഉടനെ അയാൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പൊതുതാൽപര്യ ഹർജിയുമായിട്ട് പിന്നെ ആർക്ക് എവിടെ പോകാൻ പറ്റും? ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചത്, ജോൺ ബ്രിട്ടാസും ഹിന്ദുവിൻ്റെ എഡിറ്ററായിട്ടുള്ള N റാമും വേറെ 3 പേരും കൂടെ ചേർന്നിട്ടാണ് BJP ഗവൺമെൻറ് വിഷയത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു പോയത്. ആ പൊതുതാൽപര്യ ഹർജിയിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടുന്ന ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഗൂഢാലോചന കേസ് അവർക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് പ്രസക്തിയാണ് അതിനകത്തുള്ളത്? അപ്പോൾ ഇയാൾ കള്ളനും പെരുങ്കള്ളനുമാണെന്നുള്ളത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തെളിയിക്കുന്നതാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക്
കൊടുത്തിട്ടുള്ള കത്ത്. പിന്നെ ഇയാൾ രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഒരു കാരണവശാലും അയാളോട് രാജിവെക്കാൻ പറയില്ല എന്നുള്ളതിൻ്റെ തെളിവ് വേറെ ഞാൻ സമയമുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ ഞാൻ അവസാനമുള്ളപ്പോൾ പറയാം. അപ്പോൾ അതുകൊണ്ട് അയാൾ കാണിക്കുന്ന ഇത് കേരളത്തിലെ പൊതുമണ്ഡലം പുച്ഛിച്ചും പരിഹസിച്ചും തള്ളുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ശരിക്കും അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ഒന്നുകിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് എഴുതിയിരിക്കുകയാണ്. എന്താണ് വാസ്തവത്തിൽ? എന്തായാലും KM അബ്രഹാം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റാണ്. അപ്പോൾ ഈ പെൻഷനായതിനു ശേഷവും ഇങ്ങനെ ഒരു തസ്തികയിൽ അദ്ദേഹം വിരമിച്ചതിന് ശേഷവും തുടരുന്നു. അത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ തുടരുന്ന അദ്ദേഹം സത്യത്തിൽ ഈ കത്ത് എഴുതുമ്പോൾ അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ ഇനിയും, അതായത് ഈ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലെ ഞാൻ ഈ സ്ഥാനത്തുനിന്ന് മാറില്ല എന്ന് തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്? അല്ല, അതിനകത്തൊക്കെയുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം. ഒന്ന്, അയാൾ ഈ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് പറയും. 2, ഇവിടെ ഒരു കേസിലെ പ്രതിയാണ് വന്ന് വെല്ലുവിളിക്കുന്നത്. നിങ്ങളൊരു കേസിൽ പ്രതിയാവുകയാണ്, ആ പ്രതിയായിട്ടുള്ള നിങ്ങൾ വന്ന് പരാതിക്കാരനെ വെല്ലുവിളിക്കുകയാണ്. ഇത് എവിടെയാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്? പരാതിക്കാരൻ എനിക്കെതിരെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഗൂഢാലോചന നടത്തി. പരാതിക്കാരൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എന്ന് മാത്രമല്ല, ഇയാളൊരു സ്ഥിരം വ്യവഹാരിയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നും അയാൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിന് ഈ നിയമഭാഷയിൽ മെഡിൽസം ഇൻ്റർലോപ്പർ എന്നാണ് പറയുന്നത്. അത് സ്ഥിരം ഇതുപോലുള്ള കേസുകളായിട്ട് ചിലത്. ഈ വിഷയം പിന്നെ KM അബ്രഹാമിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിന് മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞതാണ്. ഹൈക്കോടതിയിൽ ഇയാൾ ഈ വിധിന്യായം എല്ലാം പറഞ്ഞു പോയതാണ്, തള്ളിക്കളഞ്ഞു. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇയാളുടെ കടപ്പാക്കടയിലെ സ്വത്ത് ഇത് സംബന്ധിച്ചൊക്കെ ഇയാൾ കുറേ ന്യായങ്ങൾ പറയുന്നത്. ഇയാളുടെ ഭാര്യയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട് ന്യായങ്ങൾ പറഞ്ഞു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ വാദങ്ങളെല്ലാം അയാൾ ഹൈക്കോടതി പറഞ്ഞ് ഹൈക്കോടതി തള്ളിയതാണ്, കാര്യകാരണ സഹിതം തള്ളിയതാണ്. ഇപ്പോൾ കടപ്പാക്കടയിൽ അയാളുടെ 3 നില കെട്ടിടവുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്നു ഒരു MOU ഉണ്ട് എന്ന് പറയുന്നു, സഹോദരനുമായിട്ട്. ആ MOU ഒരു ആഫ്റ്റർ തോട്ടാണെന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ കൊണ്ടുവന്നാണെന്ന് പറയുന്നത്. പിന്നെ അയാൾ പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യണമെന്ന് എനിക്കുന്നത്. അതായത് 968 IAS ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിലെ റൂൾ 16 പ്രകാരം 10,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇയാൾ 33 വർഷമായിട്ട് കൊടുത്തിരുന്നില്ല. എന്നാൽ ഇയാളുടെ ലോക്കറിൽ ചെന്നപ്പോൾ 100 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇതായിരുന്നു പരാതിക്കാരൻ്റെ വാദം. അത് അയാളുടെ പരാതിന് സമ്മതിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു ശരിയാണ്, എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ 100 പവൻ്റെ സ്വർണ്ണം കിട്ടി, അത് ലോക്കറിൽ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ഒരു തുണ്ട് സ്വർണ്ണം പോലും മേടിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. ആയിരിക്കാം, പക്ഷേ ഇവർക്ക് 100 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ലോക്കറിൽ ഉണ്ടായിരുന്നുള്ള ഇയാൾ കോടതിയോട് പറഞ്ഞില്ല. എന്നിട്ട് അയാൾ പറയുന്നത് വേറൊരു കാര്യം എന്താണെന്ന് അറിയാം. അയാൾ പറയുന്നത് ഞാൻ കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഞാൻ കോടിക്കണക്കിനൊന്നും ഞാൻ മേടിച്ചില്ല, ഞാൻ 1,86,000 രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. ശരിയായിരിക്കാൻ അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും അത് 10,000 രൂപ കൂടുതലല്ലേ, അതിന് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ അതെല്ലാം തന്നെ അയാൾ പിന്നെ കോടതിയിൽ നിന്ന് മറച്ചു വെച്ചു. പിന്നെ ഈ പറയുന്ന ഒരു ന്യായങ്ങളും അയാൾ ഈ പറയുന്ന ന്യായങ്ങളെല്ലാം കോടതിയിൽ പറയും, കോടതി തള്ളിക്കളഞ്ഞത് ആകുമ്പോഴത്തേക്ക് പിന്നെ അയാൾക്ക് പിന്നെ അത് പറയാനായിട്ട് എന്താണ് യോഗ്യത? പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഈ പറഞ്ഞ പോലെ ഇയാൾക്ക് സ്വയമേ ഇയാൾ കുഴി ചാടാനുള്ള വലിയൊരു ആരോപണം ഇയാൾ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ പുറത്തു വന്നിട്ടില്ല. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. അതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഫോറം ഷോപ്പിംഗ് ആണ് നടത്തിയത്. ഫോറം ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു നിയമപരമായിട്ടുള്ളൊരു ഉപയോഗമാണ്. ഫോറം ഷോപ്പിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കേസിൽ ഹർജി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ ജഡ്ജി വരുമ്പോൾ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറ്റിയ ആളോ അല്ലെങ്കിൽ അഴിമതിക്കാരെ സഹായിക്കുന്നതായിട്ടുള്ള ജഡ്ജിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ കൊടുത്ത് അനുകൂലമായിട്ട് വിധി മേടിച്ചുകൊണ്ട് പോകും. അതിനാണ് ഫോറം ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അയാളുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള കത്തിൽ അയാൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ വിധി ഫോറം ഷോപ്പിങ്ങിൻ്റെ ഭാഗമാണെന്നാണ്. അയാൾ എന്താ പറയുന്നറിയോ? ഹർജിക്കാരൻ അതായത് ദ വെർഡിക്റ്റ് ഓഫ് ദ ഓണറബിൾ ഹൈക്കോർട്ട് ഈസ് പ്രൈമ ഫേസി ആൻ അൺഫോർച്ചുനേറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ഫോറൻ ഷോപ്പിംഗ്. അതായത് ഹൈക്കോടതിയുടെ വിധിന്യായം നിർഭാഗ്യവശാൽ ഫോറം ഷോപ്പിങ്ങിൻ്റെ ഒരു ഉദാഹരണമാണ്. അതിനയാളുടെ കത്തിൽ പറയുന്നത് എവിഡൻ്റ്ലി ഫോറം ഷോപ്പിംഗ് ഈസ് ക്ലിയർലി മാനിഫെസ്റ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഇൻ ദ ക്രിമിനൽ MC ഫൈൽഡ് ബിഫോർ ദ ഓണറബിൾ ഹൈക്കോർട്ട് ചാലഞ്ചിങ് ആൻ ഓർഡർ ഓഫ് ദ ട്രയൽ കോർട്ട് ആസ് എക്സ്പ്ലെയിൻഡ് ബിലോ. അയാൾ വിശദീകരിക്കുന്നത് കേട്ടോണം. ദ പെറ്റീഷണർ
whose plea for a vigilance investigation had earlier been dismissed by the trial court. കീഴ്ക്കോടതി തള്ളിയതായിരുന്നല്ലോ. Sought to circumvent this rejection by introducing an additional prayer for a CBI inquiry with the same proceedings. താഴത്തെ കീഴ്ക്കോടതി അത് തള്ളിയതാണെങ്കിലും മേൽക്കോടതിയിലേക്ക് പോകാൻ വേണ്ടി CBI അന്വേഷണം എന്ന് പറഞ്ഞൊരു പ്രയറും കൂടെ ഇതിലൂടെ എഴുതി ചേർത്തു. This represents a direct attempt to bypass established judicial procedure, as the power to order a CBI investigation vests exclusively with the bench hearing a writ petition filed for that specific relief, not with a judge adjudicating as criminal MC. അപ്പോൾ ക്രിമിനൽ MC കേൾക്കുന്ന ഒരു ജഡ്ജല്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ CBI അന്വേഷണം കേൾക്കാൻ അവകാശാധികാരമുള്ള ബെഞ്ചിൻ്റെ മുമ്പിൽ മാത്രമേ പോവുള്ളൂ. അങ്ങനെയാണ് ഇയാൾ ഹൈക്കോടതിയിൽ കെ ബാബുവിൻ്റെ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് നിയമവിരുദ്ധമായി വന്നതെന്നും അയാൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ദ എക്സ്പെർട്ട് ലീഗൽ അഡ്വൈസ് ദാറ്റ് ഹാവ് റിസീവ്ഡ് ഈസ് ദാറ്റ് ദ ഓണറബിൾ ജഡ്ജ് ലാക്ഡ് ദ ജൂറിസ്ഡിക്ഷൻ ടു കൺസിഡർ സച്ച് എ പ്രയർ വിത്തിൻ എ ക്രിമിനൽ MC, ബട്ട് നെവർദലെസ് പ്രൊസീഡഡ് ടു ഓർഡർ എ CBI ഇൻവെസ്റ്റിഗേഷൻ. എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള കെ ബാബു പരാതിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തമ്പുരക്കലുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് ഇയാളിനെ തുടങ്ങി. അത് ഗുരുതരമായ ആരോപണം, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണം സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇയാൾക്ക് വരാൻ പോകുന്ന അപകടം എന്താണെന്നറിയോ? ഈ ആരോപണം അയാൾ പൊതുമണ്ഡലത്തിലല്ല ഉന്നയിക്കുകയാണ് തന്നെ. ഇത് സുപ്രീം കോടതിയിൽ ഹർജിയിലായിരുന്നു ഉന്നയിക്കേണ്ടിയിരുന്നത്. അതിനു പകരം ഈ മണ്ടൻ, അതായത് കൂടുതൽ ബുദ്ധി പറഞ്ഞ മണ്ടത്തരം കാണിക്കുന്ന പറഞ്ഞ പോലെ ഈ മണ്ടൻ ഇത് അയാൾ മുഖ്യമന്ത്രി കൊടുത്ത കത്തിൽ പറയുകയും അത് പരസ്യമായി പൊതുമണ്ഡലത്തിൽ വരികയും ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും ഇത് വലിയ ആരോപണവും ഇത് കോടതി വളരെ ഗുരുതരമായിട്ട് ഇത് എടുക്കാനുള്ള ഒരു സാധ്യതയും കൂടെ. ആ കോടതി അത് വളരെ ഗൗരവമായിട്ട് എടുക്കും. കാരണം ഈ ജഡ്ജിന് മേൽ പേഴ്സണൽ മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടായിരുന്നെങ്കിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അയാൾ കളഞ്ഞു. മനസ്സിലായി? അപ്പം മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കേസിലെ പ്രതി വന്നിട്ട് അയാൾ പരാതിക്കാരനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് എന്ന് മാത്രമല്ല, അയാൾ കൊടുത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്, മുഴുവൻ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. കേസ് പരിഗണിച്ച ജഡ്ജിക്കെതിരെ ഗുരുതരമായ ആരോപണം. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇയാൾ യഥാർത്ഥത്തിൽ ഞാൻ രാജിവെക്കില്ല, മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇയാൾ. അത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കിടക്കുന്ന ലാവ്ലിൻ കേസിലെ 72ാം സാക്ഷിയാണ് ഇയാൾ പ്രോസിക്യൂഷൻ്റെ സാക്ഷിയാണ്. ഇയാൾ CBIക്ക് കൊടുത്തിരിക്കുന്ന മൊഴി പിണറായി വിജയനെതിരായിട്ടുള്ള മൊഴിയാണ്. ആ മൊഴി എന്താണെന്ന് ചോദിച്ചാൽ, കാനഡയിലെ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്നാണ് വായ്പ എടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉത്തരവ് പറയുന്നത് വിദേശ വായ്പ ഏജൻസികളുമായി സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വായ്പ എടുക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവുള്ളത്. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് KSEBയെ കൊണ്ട് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വായ്പ ഇയാൾ എടുത്തിട്ടുള്ളത്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് CBI റിപ്പോർട്ട്. എൻ്റെ കയ്യിലുള്ളത് ആ CBI റിപ്പോർട്ടിലെ 55ാം പേജിൽ ആണ് ഇയാൾ കൊടുത്തിട്ടുള്ള മൊഴിയുള്ളത്. ആ മൊഴിയിലെ 10.2.105 എന്ന് പറഞ്ഞ പാരഗ്രാഫ് എന്താ പറയുന്നത്? ഡോക്ടർ എബ്രഹാം ഓൾസോ ഗേവ് എവിഡൻസ് ടു ദ എഫക്ട് that before finalizing any loan agreement by KSEB with any foreign financial institution with Export Development Corporation Canada, അതായത് വൈദ്യുതി ബോർഡ് ഏത് വിദേശ ധനകാര്യ സ്ഥാപനം, പ്രത്യേകിച്ച് ഈ കേസിൽ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവരുമായിട്ടൊരു ലോൺ അഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ought to have been consulted. അതായത് ഇതുപോലുള്ളവരുമായിട്ട് ലോൺ അഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. കൺസൾട്ട് ചെയ്തില്ല എന്നുള്ളതാണല്ലോ ലാസ്റ്റ് സെൻസ്. എന്താണ്? ബിഫോർ ഫൈനലൈസിങ് ദ ടേംസ് ബൈ ദ KSEB ഇതുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെൻറ് ഹാസ് ടു ബി ഒബ്റ്റെയിൻഡ്. പ്രയർ അപ്രൂവൽ ഒബ്റ്റെയിൻ ചെയ്യണമായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനെതിരെ, ഇതിന് മുകളിൽ വേറൊരെണ്ണം കൊണ്ട് അത് ഞാൻ സമയപരിധി പോയി, പിണറായി വിജയനെതിരെ ശക്തമായിട്ടുള്ള മൊഴിയാണ് KM എബ്രഹാം CBIക്ക് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരുപക്ഷെ ഈ മൊഴിയിൽ KM എബ്രഹാം ഉറച്ചു നിന്നാൽ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ പ്രതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള കടുപ്പത്തിലുള്ള മൊഴി കൊടുത്തിട്ടുള്ള ഒരാളാണ് താൻ എന്നുള്ളത് തനിക്കും പിണറായി വിജയനും അറിയാം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ രാജിക്കാര്യം പിണറായി തീരുമാനിച്ചോട്ടെ. കാരണം പിണറായി തീരുമാനിച്ചാൽ പിണറായി നാളെ പ്രതിയാണ്. ഇതുകൂടാതെ തന്നെ അന്ന് ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന വിനോദ് റായി ഉണ്ട്. വിനോദ് റായിയും 66ാം സാക്ഷിയാണ്. വിനോദ് റായി അയാൾ എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ?
കിഫ്ബിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു FTAC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാനായിട്ട് വിനോദ് റായിയെ വെച്ചിരിക്കുകയാണ് കിഫ്ബിക്കകത്ത്. മനസ്സിലായി? അപ്പം KM എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം KM എബ്രഹാമിനെതിരെ പിണറായി വിജയനും മുരടക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഈ ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട് എബ്രഹാമിനുള്ളത് കൊണ്ട് ആണ് എബ്രഹാം പറയുന്നത് പിണറായി തീരുമാനിക്കട്ടെ. പിണറായിക്ക് എബ്രഹാമിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.